കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടുന്നതിനെതിരെ ഒറ്റയാൾ പ്രതിഷേധവുമായി പഞ്ചായത്ത് അംഗം. കൊല്ലം പോരുവഴിയിൽ വെള്ളത്തിൽ കിടന്നാണ് പ്രതിഷേധം. രാജേഷ് വരവിളയാണ് പ്രതിഷേധം നടത്തുന്നത്. ആർ അരുൺ രാജ് വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, വെള്ളത്തിൽ കിടന്നുള്ള രാജേഷ് വരവിളയുടെ പ്രതിഷേധം അവസാനിച്ചോ? ഹഷ്മി, ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ 50 വർഷം മുമ്പ് സ്ഥാപിച്ച കുടിവെള്ള പൈപ്പ് ലൈനിന്റെ ഈ പൈപ്പ് അത് മാറ്റാൻ ഈ ജല അതോറിറ്റി തയ്യാറാകുന്നില്ല എന്നാരോപിച്ചായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ വാർഡ് മെമ്പർ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. കഴിഞ്ഞ 1.5 ആഴ്ചക്കിടെ 3 തവണ ഈ കുടിവെള്ള പൈപ്പ് ലൈൻ തുടർച്ചയായി പൊട്ടുന്നു. ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടാതെ വരുന്നു. ഇനിയും ഈ അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാരോപിച്ചാണ് ഈ രാജേഷ് വരവിള ഇപ്പോൾ ഈ റോഡിൽ കിടന്ന ഈ വെള്ളത്തിൽ കിടന്നുള്ള പ്രതിഷേധം ഇപ്പോൾ തുടരുന്നത്. എന്തായാലും വാട്ടർ അതോറിറ്റി ജീവനക്കാരടക്കം ഇദ്ദേഹത്തെ ബന്ധപ്പെടുന്നുണ്ട്. കാരണം ഇതിൽ അടിയന്തരമായ പരിഹാരം ഉണ്ടാകും. ഫണ്ടടക്കമുള്ള കാര്യങ്ങളിലെ കാലതാമസമാണ് നിലവിൽ ഈ പൈപ്പ് ലൈൻ മാറ്റുന്നതിന് സാങ്കേതികമായി നിൽക്കുന്ന തടസ്സം എന്നുള്ളതാണ് വാട്ടർ അതോറിറ്റിയുടെ വിശദീകരണം. പക്ഷേ ഇക്കാര്യത്തിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ടാണ് തനിക്ക് ഏറ്റവും പ്രധാനം. കാരണം തുടർച്ചയായി വാട്ടർ പൈപ്പ് ലൈൻ പൊട്ടുന്നത് റോഡടക്കം ഒലിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ജനങ്ങളുടെ കുടിവെള്ളം മുട്ടുന്നു. ഇനി എന്തായാലും ഈ അവസ്ഥ തുടരാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ വാർഡ് മെമ്പർ ഇപ്പോൾ ഈ പ്രതിഷേധം തുടരുന്നത്. കൊല്ലം പോരുവഴി ഇടിഞ്ഞകുഴി ജംഗ്ഷനിലാണ് ഈ പ്രതിഷേധം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ അരുൺ രാജ്, അസാധാരണ സാഹചര്യങ്ങളിൽ ചിലപ്പോൾ സമരങ്ങളും അസാധാരണമാകേണ്ടി വരും. അങ്ങനെ ഒരു അസാധാരണ സമരത്തിലേക്കാണ് ഒരു പഞ്ചായത്ത് അംഗം. നിരന്തരം പൈപ്പ് പൊട്ടുകയാണ്, മറ്റു വഴിയില്ല. അതുകൊണ്ട് മെമ്പർ ഇറങ്ങി, രാജേഷ് വരവിള ഇറങ്ങി അങ്ങ് വെള്ളത്തിൽ കിടന്നു. അതെങ്കിലും അധികാരികൾ ശ്രദ്ധിക്കുമോ എന്ന് നോക്കുകയാണ് പഞ്ചായത്ത് മെമ്പർ.